നമ്മുടെ ഉബുണ്ടുവിനകത്ത് എങ്ങനെ ഗൂഗിൾ ക്രോം ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്താണ് ഈ വീഡിയോ കാണിച്ചിരുന്നത്. ഇതിനകത്ത് ഓൾറെഡി മോസില്ല ഫയർഫോക്സും ക്രോമിയും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഗൂഗിൾ ക്രോം നമുക്ക് ഫസ്റ്റ് കാണത്തില്ല. അത് നമുക്ക് ഇങ്ങനെ നമ്മുടെ ലാപ്പിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ചെയ്യാനായിട്ടുള്ളതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിനകത്ത് ബ്രൗസർ ഓപ്പൺ ആക്കുക. ബ്രൗസർ എന്ന് പറയുമ്പോൾ അതിനകത്ത് മോസില്ല ഫയർഫോക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. മോസില്ല ഓപ്പൺ ആക്കുക. അവിടെ സെർച്ച് ബാറിൽ ഗൂഗിൾ ക്രോം ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗൂഗിൾ ക്രോമിൻ്റെ ഒരു ഫസ്റ്റ് വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. അത് തുറക്കുക. അത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പേജ് വരും. അവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ക്രോം എന്നുള്ള ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 64bit.debian അല്ലെങ്കിൽ ഉബുണ്ടു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് സെലക്ട് ചെയ്ത് അക്സെപ്റ്റ് ആൻഡ് ഡൗൺലോഡ് ഇൻസ്റ്റാൾ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു .deb എന്ന് പറഞ്ഞിട്ട് എക്സ്റ്റൻഷനോട് കൂടിയിട്ടൊരു ഫയൽ ഡൗൺലോഡ് ആവുന്നതായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത്. ഇവിടെ ഓപ്പൺ വിത്ത് എന്നുകൊണ്ട് അതുപോലെ സേവ് ഫയൽ എന്നുള്ളത് നമുക്കിവിടെ തൽക്കാലം സേവ് ഫയൽ എന്നുള്ളത് കൊടുക്കാം. കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ഒരു ഫയലിലൂടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഫയലിലൂടെ തുറക്കാം. ഇവിടെ ഓപ്പൺ ആ ഒരു ഫോൾഡറിലേക്ക് നമ്മളത് ഓപ്പൺ ആക്കുകയാണ്. ഇവിടെ .deb എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടായിരിക്കും. നമ്മളത് ഒന്ന് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. എന്നിട്ട് പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ് എടുത്തിട്ട് പെർമിഷൻസ് ഉണ്ടായിരിക്കും. ഇവിടെ അലോ എക്സിക്യൂട്ടിംഗ് ഫയൽ ആസ് പ്രോഗ്രാം എന്നുള്ളത് ടിക്ക് കൊടുക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടിയ ഫയലിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഇൻസ്റ്റാളേഷൻ ചെയ്യാവുന്ന ഒരു പേജിലോട്ട് തന്നെ ആയിരിക്കും പോവുക. പാക്കേജ് ഇൻസ്റ്റാളർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് ലോഡിങ് ഉണ്ടായിരിക്കും. അത് ലോഡിങ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഇൻസ്റ്റാൾ പാക്കേജ് എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അത് ഇവിടെ ഇൻസ്റ്റാൾ പാക്കേജ് എന്നുള്ള ബട്ടൺ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഗൂഗിൾ ക്രോമിൻ്റെ ഇൻസ്റ്റാളിങ് ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ യൂസർ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. നമ്മൾ യൂസർ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഓതൻറ്റിക്കേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. കുറച്ച് സമയത്തിന് നമുക്കിവിടെ ഇൻസ്റ്റാളിങ് കാണിക്കുന്നുണ്ട്. ഈ ഒരു ലോഡിങ് സ്ക്രീൻ ഈ ഒരു ഇത് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നമുക്ക് ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റുന്നതായിരിക്കും. കുറച്ചൊരു ടൈം എടുക്കും. നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. അത് ഒരു 2-3 മിനിറ്റിനുള്ളിലുള്ളൊരു കേസേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആവും. ഇവിടെ ഇൻസ്റ്റാളിങ് ഗൂഗിൾ ക്രോം സ്റ്റേബിൾ കറണ്ട് AMD 64 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അവിടെ ഇതിങ്ങനെ കാണിക്കുന്ന സമയത്ത് ഇത് ഒരുപാട് ഡിലേ ആവുന്ന നമ്മൾ ക്ലോസ് ചെയ്തിട്ട് പോയി കളയരുത്. നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചൊക്കെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് അനുസരിച്ചൊക്കെ അത് ടൈം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഗൂഗിൾ ക്രോം ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ നോക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻസ് തുറന്നിട്ട് ഇവിടെ നമ്മുടെ ക്രോം നോക്കുകയാണ്. ക്രോം ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ക്രോം വന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും. ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്കിനി ക്ലോസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്രോം ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാം. നമ്മുടെ പഴയ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൂടെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ സിസ്റ്റത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡാറ്റയും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉബുണ്ടു സിസ്റ്റത്തിനകത്ത് ഗൂഗിൾ ക്രോം ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉബുണ്ടു അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോസ് ഈ ഒരു ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.